ഓശാന നൽകുന്ന സന്ദേശം. ദൈവപുത്രൻ കഴുതപ്പുറത്തേറി യാത്ര ചെയ്ത ആ ഓശാന നൽകുന്ന സന്ദേശം എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഒരു കാലത്തും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാകുന്നു അത്. സക്കറിയായുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇത് നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ രാജാക്കന്മാരുടെ കൂട്ടല്ല ഇദ്ദേഹം. നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും. ഈ താഴ്മയുടെയും വിനയത്തിൻ്റെയും ക്ഷമയുടെയും മുഖമുദ്രയായിരുന്നു യേശു തമ്പുരാൻ. അതുപോലെ തന്നെയായിരുന്നു കയറി വന്ന ആ കഴുതക്കുട്ടിയും. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു യേശുവിൻ്റെ കഴുതക്കുട്ടിയുടെ പുറത്തുള്ള യാത്ര. യഹൂദനെ ചവിട്ടിത്താഴ്ത്തുന്ന റോമാ സാമ്രാജ്യത്തിനെതിരെയുള്ള യാത്ര. ആക്രമണത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെയും കരുണയിലും ഭരിക്കുന്ന മശിഹായുടെ യാത്ര. ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ അല്ല, ഭരിക്കുവാനല്ല, സേവിക്കുവാനായി വരുന്ന നമ്മുടെ മശിഹ രാജാവ്. കണ്ണുള്ളവർ അവനെ കണ്ടില്ല. ഗർവോടുകൂടി ബെൻസിൽ വരുന്ന പുരോഹിതവർഗം, നിഗളിയായ മനുഷ്യനും ഇത് കണ്ടില്ല. ഓശാന പാടുന്നതിന് മുമ്പ് നമ്മുടെ മശിഹായെ അവർ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതിയായിരുന്നു. അതെ, അച്ഛൻ വളരെ അർത്ഥവത്തായ കാര്യമാണ് പറഞ്ഞത്. അതായത് ഇന്ന് ആ മഹത്തായ പെസഹയുടെ സന്ദേശം നൽകുവാൻ വരുന്ന പൗരോഹിത്യവർഗം മെർസിഡസിലും ലംബോർഗിയിലും ഒക്കെ വന്നാണ് ആ എളിമയുടെ സുവിശേഷം പകരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.